സിംഗാംബുഷ് തന്ന് ആള് നമ്മളെ പറ്റിച്ചു. അതുപോലെ ഷോറൂംകാർ തന്നെ നമ്മളെ പറ്റിച്ചു. സിംഗാമിന് 3000 രൂപയാണ്. എനിക്ക് തന്നെ വട്ടുണ്ടോ 3000 രൂപയ്ക്ക് കൊണ്ട് ഇപ്പം ഇരിക്കുന്ന എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു ബുഷിന് വേണ്ടി ഞാൻ 3000 രൂപ മുടക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വാങ്ങിച്ച ഏതെങ്കിലും വേറെ നിങ്ങൾക്ക് അറിയാവുന്നൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് മാറുക. ഒരിക്കലും സർവീസ് സെൻറ്ററിൽ കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഡീസറ്റ് എക്സ്ട്രീം യൂണിക്കോണ് അങ്ങനെ വരുന്ന അതിൻ്റെ ഒരു സിംഗാംബുഷാണ്. ഡാംബർ ബുഷും ഉണ്ട് കേട്ടോ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിത് വണ്ടിയുടെ ചെയിൻ സോക്കറ്റൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഇതിൻ്റെ ചെയിൻ സോക്കറ്റൊക്കെ ഏറെക്കുറെ എന്നല്ല മൊത്തത്തിൽ അടിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെയിൻ സോക്കറ്റ് മാത്രമല്ല, ചെയിൻ സോക്കറ്റും പിന്നെ അതിൻ്റെ ഡാംബർ ബുഷും സിംഗാംബുഷും പിന്നെ ഈ ഒരു ക്ലച്ച് ലിവറും യോക്കും അതുകൂടാതെ നമ്മളിതിൻ്റെ സ്റ്റാൻഡും മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു അപ്പാച്ചെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുള്ളാകും. കാരണം ഇതിൻ്റെ സ്റ്റാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്റ്റാൻഡിന് അത്യാവശ്യം നല്ല കംപ്ലൈൻറ്റ് വരുന്നൊരു സാധനമാണ്. അതായത് എപ്പോഴും പെട്ടെന്ന് വളഞ്ഞു പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ അപ്പാച്ചയുടെ സ്റ്റാൻഡെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങിക്കാൻ വേണ്ടി ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇതുപോലെ തന്നെ സാധനം വാങ്ങിക്കാനായിട്ട് വേറൊരാൾ വന്നു കേട്ടോ. അപ്പം പുള്ളിനെ എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പോൾ ആ ആൾ പറഞ്ഞു, സ്റ്റാൻഡ് ഞാൻ പറയുന്നത് കേട്ടപ്പം പറഞ്ഞു, സ്റ്റാൻഡ് ഇത് വാങ്ങിക്കണ്ട, 220യുടെ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ ഒരു ഫോട്ടോയും കാണിച്ചു തന്നു കേട്ടോ, ഒരാൾ വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അത് ഏറെക്കുറെ നല്ലതാണ്. കാരണം എന്താ പറയുന്നത്, 220ക്ക് ഇതിനേക്കാളും വെയിറ്റുള്ളൊരു വണ്ടിയാണ് 220. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു ക്വാളിറ്റി വരും. പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല കേട്ടോ, ഇതിൻ്റെ പോകുന്ന പോലെ പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേക്ക് ഞാൻ ഓർത്തു ആ ഒരു സ്റ്റാൻഡ് തന്നെ വാങ്ങിച്ച് വെക്കാമെന്ന്. അപ്പോൾ സ്റ്റാൻഡ് അവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. നേരെ ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാട്ടോ. അപ്പോൾ നമ്മളിത് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. വണ്ടി ഇവിടെ കയറ്റി വെച്ച് കേട്ടോ. അത് അടച്ചിട്ടേക്കുവാണ്, ചുമ്മാ അടച്ചിട്ടാണ്, വിഷയമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് സിംഗാംബുഷും മാറി ചെയിൻ സോക്കറ്റും കൂടെ മാറാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇത് മാറാം, ക്ലച്ച് ലിവറും ഈ ഒരു യോക്കും മാറണം. പിന്നെയെന്ന് പറയാനുള്ള സ്റ്റാൻഡിൻ്റെ കാര്യം. സ്റ്റാൻഡ് ഇവിടെ നിന്നല്ല മാറുന്നത്. സ്റ്റാൻഡ് ഇനിയിപ്പം ഒരു സ്ഥലത്ത് പോയി എടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ടേ അത് മാറുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നേരെ ഇതെല്ലാം അഴിക്കാട്ടോ. നമ്മളിത് ടയർ ഊരി ഈ ഒരു ഫ്ലാപ്പ് ഊരി ഇനിയിപ്പോൾ ഷോക്ക് ഊരണം. അതുകൂടാതെ സിംഗാമ ഊരണം കേട്ടോ. ഇനിയിപ്പോൾ ഷോക്ക് ഇത് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഷോക്കും എല്ലാം ഊരിയിട്ട് സിംഗാമ ഊരിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് സിംഗാമെല്ലാം ഊരിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പണി കിട്ടി. നമ്മൾക്ക് സിംഗാംബുഷ് തന്ന് ആൾ നമ്മളെ പറ്റിച്ചു. അതുപോലെ ഷോറൂംകാർ തന്നെ നമ്മളെ പറ്റിച്ചു. എനിക്ക് തോന്നുന്നത് അവർക്ക് പോലും അറിയത്തില്ല ഇതിൻ്റെ സിംഗാംബുഷ് ഏതാണ്. ഇത് ശരിക്കും സാധാ ബുഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നീഡിൽ ബെയറിംഗ് ആണ്. അത് ഇപ്പോൾ എങ്ങനെ കാണിച്ചു തരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇത് കണ്ടോ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നീഡിൽ ബെയറിംഗ് ആണ്. ഇത് ഞങ്ങൾ പകുതി അടിച്ച് ഊരി ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ്. ഇനിയിപ്പോൾ ഇത് ഇവിടെ കിട്ടത്തുമില്ല. അതാണ് വേറൊരു സീൻ കേട്ടോ. ചിലപ്പോൾ FC-യുടെ റെഡിയാകുമെന്നാണ് പറഞ്ഞത്. നമുക്കിനിയിപ്പം ജസ്റ്റ് പോയി FC-യുടെ ഒന്ന് വാങ്ങിച്ച് നോക്കാം. ഉറപ്പൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ട്രൈ. അപ്പോൾ എന്തായാലും അതും കൂടെ നോക്കിയിട്ട് കാണാം കേട്ടോ. അപ്പം ഗായ്സ്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് എല്ലാം മാറിക്കഴിഞ്ഞിട്ടാണ്. ചെയിൻ സോക്കറ്റും സിംഗാംബുഷും മാറിക്കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഇത് തുടക്കം ആഡ് ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. അതായത് ഞാൻ ഈ ഒരു സിംഗാംബുഷ് കിട്ടാനായിട്ട്, പക്ഷെ എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ.
ആ ഒരു സാധനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് 10-12 ദിവസമാട്ടോ. അതായത് എന്താ പറയുന്നത്, ആ ഒരു സാധനം ഞാനാണെങ്കിൽ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള എല്ലാ ഷോറൂമുകളിലും, അതായത് വലുത് ചെറുതായിട്ടുള്ള എല്ലാ ഷോറൂമുകളിലും പോയി ചോദിച്ചു. അതായത് ഞാൻ നേരെ പോയി ചോദിക്കുമല്ല, എൻ്റെ കൂട്ടുകാരെ പോയി വിട്ട് ചോദിച്ചു. എറണാകുളത്ത് ഞാൻ പോയി ചോദിച്ചു. അതുപോലെ തന്നെ കട്ടപ്പനയിൽ, ഇവിടെ നമ്മുടെ കട്ടപ്പനയിൽ ചോദിച്ചു. പിന്നെ പറയാം തമിഴ്നാട്ടിൽ പോയി ചോദിച്ചു. തമിഴ്നാട് കമ്പം, തേനി, മധുര, ഈ ഒരു 3 സ്ഥലത്തും ചോദിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു സിങ്ങാംബുഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അത് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടിയുടെ സിങ്ങാംബുഷ് മാറാൻ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സിങ്ങാംബുഷ് മാറാനായിട്ട് ഇതെല്ലാം ഊരിക്കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക്, ഞാൻ വാങ്ങിച്ചായിരുന്നു സിങ്ങാംബുഷ്, ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വണ്ടിയുടെ സിങ്ങാംബുഷ് അല്ല നമുക്ക് ഷോറൂമിൽ നിന്ന്, അതായത് കോട്ടയം ഷോറൂമിൽ നിന്ന്. കോട്ടയത്തെ ഏത് ഷോറൂമാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം കോട്ടയത്തെ TVSൻ്റെ ഷോറൂമിൽ നിന്ന് എനിക്ക് തന്ന സിങ്ങാംബുഷ്, അതെനിക്ക് ഒന്നെങ്കിൽ 180 ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഞാൻ 200 എന്ന് പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് വാങ്ങിച്ചു. ഓക്കെ, പോട്ടെ അത് 160 സംതിങ് ആണ്, അത് നഷ്ടം. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഗുണമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം അയച്ചിട്ട് ഇത് തിരിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പറയാം, അത് തിരിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെയാണ്, അത് പോയോണ്ടാണല്ലോ നമ്മളത് മൊത്തം അടിച്ച് ഊരിയും കൂടെ ചെയ്തുകൊണ്ട് ഇത് പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത്, വേണ്ട നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോവാം, അവിടെ റോഡ് പണി കിടക്കുക. അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നീഡിൽ ബെയറിംഗ് ആണ് കേട്ടോ. അതായത് നമ്മുടെ RCക്കൊക്കെ വരുന്ന മോഡൽ നീഡിൽ ബെയറിംഗ് ആണ് വരുന്നത്. നീഡിൽ ബെയറിംഗ് ഉണ്ട്, ചെറിയൊരു ബുഷും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വാങ്ങിച്ചത് അവർ തന്നു പോട്ടെ ഷോറൂമിൽ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഷോറൂമിൽ നിൽക്കുന്നവന്മാർക്ക് പോലും വണ്ടിയുടെ സാധനം എന്താണെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയാത്തവന്മാർ എന്തിനാണ് ഈ ഷോറൂമിൽ പിടിച്ച് നിർത്തുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഇവർ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. മീൻസ് നമ്മുടെ നീഡിൽ ബെയറിംഗ് എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല. അതായത് ഞാൻ എറണാകുളത്തെ ഒരു വലിയ ഷോറൂം, പേര് ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയ ഷോറൂമാണ് എറണാകുളത്തെ, അതായത് കൊച്ചിയിലെ. അവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു സാധനമേ വരുന്നില്ല, സിങ്ങാമ് മൊത്തത്തിൽ മാറണമെന്ന് പറഞ്ഞു. സിങ്ങാമിന് 3000 രൂപയാണ്. എനിക്ക് തന്നെ വട്ടുണ്ടോ 3000 രൂപയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു ബുഷിന് വേണ്ടി ഞാൻ 3000 രൂപ മുടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അറിയാൻ നേരമാണ്. അപ്പോൾ 3000 രൂപ മുടക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ അവിടെ അവർ പറഞ്ഞു അങ്ങനെ വരത്തില്ല, ഇതാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, തിരുവനന്തപുരത്ത് അന്വേഷിച്ചപ്പം പറഞ്ഞ് അവരുടെ ഈ ബുഷിരിപ്പുണ്ട്, അതായത് നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം, ആ ഒരു ബുഷിരിപ്പുണ്ട്. പക്ഷേ അവരുടെ ഈ നീഡിൽ ബെയറിംഗ് വരത്തില്ല. അത് സിങ്ങാമ് വാങ്ങിച്ചാലേ നീഡിൽ ബെയറിംഗ് കിട്ടത്തുള്ളൂ. കാരണം അത് അങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ ബുഷ് അവിടെ ഇട്ടേക്കുന്നത് ഞാൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ആ വീഡിയോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പം പിന്നെ ഇവർ പറയുന്ന ഈ സാധനം കിട്ടത്തില്ലെന്ന്. സ്വാഭാവികമായിട്ടൊരു സാധനം ഇറക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടല്ലോ അത് കിട്ടുമോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങൾ കമ്പത്തന്വേഷിച്ചു സാധനം കിട്ടും, സാധനം അങ്ങനെ വരുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എന്താ പറയുന്നത്, അവരുടെ ഈ സാധനമില്ല. ഓക്കെ, അവിടെ 3 ഷോറൂമിൽ പോയി അന്വേഷിച്ചെന്ന് ആലോചിക്കണം. മധുര വരെ, ഇവിടുന്ന് 100-150 കിലോമീറ്റർ ഉണ്ട് മധുര, അവിടെ വരെ പോയി അന്വേഷിച്ചു, സാധനം എങ്ങും കിട്ടാനില്ല. എൻ്റെ അവസ്ഥയെന്ന് ആലോചിക്കണം. 10-12 ദിവസമാണ് ഈ വണ്ടി ഞാൻ എടുക്കാതിരുന്നത്. നിങ്ങളിപ്പോൾ എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ വന്നിട്ട് തന്നെ ഇപ്പം കുറേ നാളായി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് വീഡിയോ വരാഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ള ഷോറൂമുകാരോടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് ഒരു ഇതാണ് ഇവരുടെ അടുത്തുനിന്ന് ലഭിച്ചത്. കാരണം ഇതുപോലെ സാധനം ഇല്ലാന്ന്, അവർക്ക് സാധനമില്ല, പക്ഷെ കിട്ടത്തില്ല, അങ്ങനെ ഒരു സാധനം വരുന്നില്ലെന്ന് പറയേണ്ട യാതൊരു ആവശ്യവും ഞാൻ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടാനില്ലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് വേറൊരു വണ്ടിയുടെ, അതായത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ കുറച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. CBZ എക്സ്ട്രീം അല്ലെങ്കിൽ യൂണിക്കോൺ, ഇതിന് വരുന്ന സിങ്ങാംബുഷ് ഇതിന് കറക്റ്റാണ്. ആ ഒരു ബുഷ് മാത്രം മാറ്റിയിട്ടാൽ മതി. അതിന് നീഡിൽ ബെയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആ നീഡിൽ ബെയറിംഗ് കയറ്റിയിടുക, ബുഷ് മാത്രം പഴയതിൻ്റെ തന്നെ ഇടുക, അതേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം
ഇത്ര ഒരു വൃത്തിയായിട്ട ഒരു അനുഭവം. ഞാൻ സത്യം പറയല്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് TVSൻ്റെ. പക്ഷെ എന്നാൽ പോലും ഇതുപോലത്തെ ഇത് നമുക്ക് കിട്ടുമ്പം പിന്നെ എന്നാ പറയണ്ടേ. ഞാൻ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ 200 ആണ്, RTR 200. പണ്ട് ഇതുപോലെ എനിക്ക് പാർട്സ് കിട്ടാഞ്ഞിട്ട് ഞാൻ തേനി മധുരയിലൊക്കെ പോയി ഓർഡർ ചെയ്താണ് സാധനം എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ പോട്ടെ, ഇവിടെ കട്ടപ്പനയിലൊരു ഷോറൂം ഉണ്ടായിട്ട് അവിടെ നിന്ന് ഒരു സാധനമില്ല. അവന്മാരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇല്ല, സാധനമില്ല. എന്ത് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കേബിൾ ചോദിച്ചാൽ പോലും അവന്മാരുടെ കയ്യിലില്ല, ഈ ഒരു ലിവർ ചോദിച്ചാൽ അവന്മാരുടെ കയ്യിലില്ല, ഒരു സാധനം അവന്മാരുടെ കയ്യിലില്ല. അപ്പം അതുപോലെയാണ് മിക്ക ഷോറൂമുകളും നമ്മൾ ഒന്നേ തരാൻ പറ്റത്തില്ല. ഈ സാധനമൊക്കെ വെക്കുന്നത് എന്തിനാ? കൊടുക്കാൻ വേണ്ടിയല്ലേ, തരത്തുമില്ല. മിക്ക ഷോറൂമുകളിലുള്ള അവസ്ഥ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് ഈ ഒരു വണ്ടിയുടെ മാത്രമല്ല, ഇഷ്ടം പോലെ. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം പറയുന്നത് ഈ ഒരു വണ്ടീനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്, ഇവന്മാർ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കും. അതായത് ഇപ്പോൾ ഇവന്മാർ സാധനം കിട്ടത്തില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം ഇവന്മാർക്ക് ഒന്നെങ്കിൽ തരാൻ പറ്റത്തില്ല, അതുമല്ലെങ്കിൽ ഇവന്മാർക്ക് ഒരു സാധനം വരുന്നേ അല്ലെന്ന് ഇവന്മാർ, ആ സാധനം അതിൻ്റെ അകത്ത് കറക്റ്റ് ഇരിക്കുന്ന സാധനമാണ്. ആ നീഡിൽ ബെയറിംഗ് എന്ന് പറയുന്നത് അത് അതിൻ്റെ അകത്ത് കറക്റ്റ് കയറ്റി വെക്കുന്ന സാധനം. ആ സാധനം കിട്ടത്തില്ലെന്ന് ഇവന്മാരെങ്ങനെയായി പറയുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കാര്യം. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റിങ് ആട്ടോ ഇവന്മാരുടെ ഒരു കാര്യത്തിൽ. ഞാൻ ഒട്ടും എൻ്റെ അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വാങ്ങിച്ച് ഏതെങ്കിലും വേറെ നിങ്ങൾക്ക് അറിയാവുന്നൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് മാറുക. ഒരിക്കലും സർവീസ് സെൻറ്ററിൽ കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അടുത്തൊരു പുതിയൊരു 200 വന്നു. 200 അതിൻ്റെ റോക്ക് റാമ്പ് 2500 കിലോമീറ്റർ ആയ വണ്ടിയുടെ റോക്ക് റാമ്പ് ആ ഒരു ഭാഗമേ ഫുൾ അടിച്ചു പോയെന്നാണ് പറഞ്ഞത്. വാരൻ്റി ആയിട്ട് കൊണ്ട് കൊടുത്തിട്ട് അവന്മാർ മാറിക്കൊടുത്ത സാധനം പോലും വർക്കാകുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അവനോട് ചോദിച്ചെന്നാണ് പറഞ്ഞത് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം അങ്ങനെയാണ് ഇത്. അറിയാത്തവന്മാരെ എന്തിനാണ് ഇവന്മാർ പണിക്ക് നിർത്തുന്നത്? ഒരു സാധനമില്ലേ ഈ വണ്ടിയുടെ. ഇവിടെയൊക്കെ ഒരു സാധനം കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ളവരെ ദയവ് ചെയ്ത് ഷോറൂമുകളിൽ ഇരുത്താതിരിക്കുക. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എനിക്ക് സംഭവിച്ചു എനിക്ക് നഷ്ടം വന്നു. പിന്നെ ആ ബുഷ് കൊണ്ട് ഞാനൊരു ഉപയോഗം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ വാങ്ങിച്ചത്, അതുകൊണ്ട് ഇതേ കിടന്ന ആ ഒരു നീഡിൽ ബെയറിങ് അടിച്ച് ഊരാനെങ്കിലും പറ്റി കേട്ടോ. 160 രൂപ വേണോ എന്നതിൻ്റെ സാധനം ഊരാനായിട്ട്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. 160 രൂപ എൻ്റെ നിന്ന് മുടക്കായി ഇത് അടിച്ച് ഊരാനായിട്ട്. അപ്പോൾ അതുപോലത്തെയൊക്കെ ഐറ്റങ്ങളാണ് മൊത്തം. ഒരു ഷോറൂമുകൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെറുത്തു പോയി കേട്ടോ. എല്ലാ ഷോറൂമുകളിലും ജസ്റ്റ് ഫുള്ള് വെറുത്തു പോയി. ഒരിക്കലും ഞാൻ എൻ്റെ വണ്ടി ഇതുവരെ ഞാൻ അവിടെ പണിയിച്ചിട്ടുമില്ല, ഇനിയൊട്ട് പണിയിക്കത്തുമില്ല. ഷോറൂമുകളിൽ കൊടുത്ത് ജീവൻ പോയാൽ ഞാൻ പണിയത്തില്ല. ഒന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാർ നല്ല പണിക്കാരുണ്ട്, നല്ലപോലെ പണിയുന്നവന്മാരുണ്ട്, അത് നല്ല ചങ്കായിട്ട് ഇരിക്കുന്നവന്മാരാണ്. ഇപ്പോഴാണ് ഞാൻ ഈ വണ്ടി പണിതെടുത്ത അവൻ എനിക്ക് വേണ്ടി എന്ത് വേണം ചെയ്ത് ഒരു സീനും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ജോൺസനുണ്ട്. ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അവിടെ ഞാൻ എൻ്റെ ജീവൻ പോയാൽ ഞാൻ ഷോറൂമിൽ കൊടുക്കത്തില്ല, അത് ഞാൻ ഉറപ്പിച്ച കേസ്. ഇതോടുകൂടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞത്. ഇവരുടെയൊക്കെ ഓരോ ഉടായിപ്പുണ്ടല്ലോ, ഒരു രീതിയിലും സമ്മതിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടിട്ട് വരൂ. അപ്പോൾ ഗായ്സ്, ഇതിപ്പോൾ എത്രാമത്തെ ദിവസമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. എന്തായാലും ഒരു 10-12 ദിവസമെങ്കിലും ആയി കേട്ടോ ഈ ഒരു വണ്ടി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് പറഞ്ഞായിരുന്നു നമ്മുടെ സിംഗാംബുഷ് കിട്ടാനില്ലായിരുന്നെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയാം. ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ തുടക്കം ഒരു വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. കാരണം അതുപോലെ കഷ്ടപ്പെട്ടു, എന്നിട്ടും കിട്ടിയിട്ടില്ല, സാധനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ CBZ എക്സ്ട്രീം യൂണിക്കോണ് അങ്ങനെ വരുന്ന അതിൻ്റെ ഒരു സിംഗാംബുഷാണ്. അപ്പോൾ നമ്മൾ അതിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയാം. ഒരെണ്ണം അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിംഗാംബുഷ്. ഇത് കണ്ടോ, ഇത് മൊത്തം പോയി കേട്ടോ, ഇത് മൊത്തം പോയി. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും. ഇത് തുടക്കം ഞാൻ പറഞ്ഞിട്ട് തന്നെയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിംഗാംബുഷും കൂടെ ഇതിൻ്റെ അകത്തേക്ക് അടിച്ച് കയറ്റാം കേട്ടോ.
അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പുതിയ ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബുഷ് കയറ്റിയിട്ടേക്കുന്ന പഴയ ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇത് നേരെ വണ്ടിയിലേക്ക് തന്നെ കയറ്റി സെറ്റ് ചെയ്യാം. ഇതിന് ഇളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് സെറ്റാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും കയറ്റി വെച്ചിട്ട് വേണം, കാരണം ഒരാളുടെയും കൂടെ ഇത് വേണം കേട്ടോ. നമ്മൾ സിങ്ങാമ് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സോക്കറ്റും കൂടെ മാറുവാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് മാറിയിട്ട് വരാട്ടോ, കാരണം ഇച്ചിരി പരിപാടിയുണ്ട്. ഓക്കെ, ചെയിൻ സോക്കറ്റ് അതേ നൂരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ പുതിയ ചെയിൻ സോക്കറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് ഇതുണ്ട 2800 രൂപയാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഡാമ്പർ ബുഷും ഉണ്ട് കേട്ടോ. ഒന്ന് പൊട്ടിച്ചാടാം. അപ്പോൾ അതാണ് ചെയ്യുന്നത് കേട്ടോ, പുതിയ സോക്കറ്റ്. ഇങ്ങനെ 399 ഈ ഒരു റേറ്റേ വരുന്നുള്ളൂ, 2800 രൂപ. അതാണ് ഇതിൻ്റെ ഒരു കോമഡി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ചെയിൻ സോക്കറ്റ് എല്ലാം മാറി, ഇതുണ്ടല്ലേ, ചെയിൻ സോക്കറ്റൊക്കെ മാറി നല്ല സെറ്റാക്കി. ഇത് അവരുടെ തന്നെ ലൂബാണ് കേട്ടോ. ഇതൊരു നല്ല രസമുണ്ട്, ഫുള്ള് വൈറ്റ്. വണ്ടി ഇപ്പം നല്ല സ്മൂത്തായി കേട്ടോ. ഇവിടുത്തെ നമ്മുടെ റബ്ബർ ബുഷും മാറി, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സ്റ്റാൻഡ് ഞാനിപ്പോൾ മാറുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലിവറെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു യോക്ക് ഫുള്ളായിട്ട് മാറുന്ന കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഹാൻഡിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹാൻഡിലും കൂടെ വന്നിട്ടേ ചെയ്യത്തുള്ളൂ. പിന്നെയുള്ള സ്റ്റാൻഡ് അത് ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അത് ചിലപ്പം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ ഞാൻ എന്നാലും മാക്സിമം നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.